നമസ്കാരം കൂട്ടുകാരെ. വളരെ പഴയ പാഠപുസ്തകങ്ങൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. 1990കളിൽ 6ാം സ്റ്റാൻഡേർഡിൽ സപ്ലിമെൻ്ററി റീഡറായി പഠിക്കാൻ നൽകിയിരുന്ന ഇംഗ്ലീഷ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന കഥാപുസ്തകത്തിലുള്ള ആദ്യത്തെ കഥയാണ് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കുന്നത്, വായിച്ചു പഠിപ്പിക്കുന്നത്. ഈ കഥ വായിച്ചു പഠിപ്പിക്കുമ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് കഥ കേൾക്കാനും അതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനും ഒരു അവസരമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിത്രം കാണുമ്പോൾ ഈ പാഠപുസ്തകം പഠിച്ചിട്ടുള്ളവർക്ക് വളരെ ഭംഗിയായിട്ട് ഏതാണ് ഈ കഥയെന്ന് മനസ്സിലാകും. കഥ നമുക്ക് വായിച്ചു പഠിക്കാം. ഒന്നാമത്തെ ലെസണാണ് ദ കിങ് ആൻഡ് ദ ഫാമർ എന്നാണ് ഈ കഥയുടെ പേര്. രാജാവും കൃഷിക്കാരനും. സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചുള്ളൂ, ഞാൻ കഥ വായിക്കുകയാണ്. വൺസ് there lived a king. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. He was the ruler of a small kingdom. അദ്ദേഹം ഒരു ചെറിയ രാജ്യത്തിൻ്റെ റൂളറായിരുന്നു, ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു. He was very kind to his people. അദ്ദേഹം ആളുകളോട് വളരെ കൈൻഡായിരുന്നു, ദയാലു. He loved them very much. അദ്ദേഹം അവരെ, തൻ്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. സ്നേഹിച്ചിരുന്നു. സോ ഹി വർക്ക്ഡ് ഫോർ ദെയർ ഹാപ്പിനെസ്. അതുകൊണ്ട് അദ്ദേഹം അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഹാപ്പിനെസ്, സന്തോഷം. ദേ വെയർ ഹാപ്പി അണ്ടർ ഹിസ് റൂൾ. അവർ, ആ രാജ്യത്തെ ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ സന്തുഷ്ടരായിരുന്നു. ഹാപ്പി, സന്തുഷ്ടർ. അണ്ടർ ഹിസ് റൂൾ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ. നെക്സ്റ്റ് പാരഗ്രാഫ്. The king often went round his kingdom to know his people's sorrows. രാജാവ് ഓഫൺ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും, went round his kingdom, തൻ്റെ രാജ്യത്തിലൂടെ ചുറ്റിക്കറങ്ങുമായിരുന്നു. To know his people's sorrows, തൻ്റെ ജനങ്ങളുടെ ദുഃഖത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. He heard their complaints and helped them to be happy. അദ്ദേഹം അവരുടെ പരാതികൾ, കംപ്ലൈൻസ്, ഹേർഡ്, കേട്ടു, and helped them to be happy, ആ പരാതികളെല്ലാം പരിഹരിച്ച് അവർക്ക് സന്തോഷം നൽകിയിരുന്നു. സോ ദ പീപ്പിൾ ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഹിം. അതുകൊണ്ട് ആ ആളുകൾ അദ്ദേഹത്തെ വളരെയധികം ലവ്ഡ്, സ്നേഹിച്ചു, ആൻഡ് റെസ്പെക്റ്റഡ് ഹിം, ബഹുമാനിച്ചു. ബഹുമാനിച്ചു. വൺ ഡേ ദ കിങ് വാസ് പാസിംഗ് ത്രൂ എ വില്ലേജ്. ഒരു ദിവസം ഈ രാജാവ് ഒരു വില്ലേജിൽ കൂടെ, ഒരു ഗ്രാമത്തിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ഹി സോ ആൻ ഓൾഡ് മാൻ ദെയർ. അദ്ദേഹം അവിടെ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. ദി ഓൾഡ് മാൻ വാസ് എ ഫാമർ. ആ വൃദ്ധനായ മനുഷ്യൻ ഒരു ഫാർമറായിരുന്നു. ഫാർമർ എന്ന് പറഞ്ഞാൽ കർഷകൻ, കൃഷിക്കാരൻ. ഹി വാസ് പ്ലാന്റിങ് എ മാംഗോ ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹട്ട്. അദ്ദേഹം തൻ്റെ കുടിലിൻ്റെ മുമ്പിൽ മാംഗോ ട്രീ, ഒരു മാവിൻ്റെ തൈ നടുകയായിരുന്നു. ദ കിങ് സ്റ്റോപ്ഡ് ടു ടോക്ക് ടു ഹിം. ഇത് കണ്ടിട്ട് രാജാവ് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നു. ദ കിങ് ആസ്ക്ഡ്, ഹൗ ഓൾഡ് ആർ യു? രാജാവ് ഇങ്ങനെ ചോദിച്ചു, ഹൗ ഓൾഡ് ആർ യു? താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? താങ്കളുടെ പ്രായം എത്രയാണ്? ദ ഫാമർ ആൻസേർഡ്, സർ, ടുഡേ ഈസ് മൈ 85th ബർത്ത്ഡേ. അല്ലയോ രാജാവേ, ഇന്ന് എൻ്റെ 85ാമത്തെ ജന്മദിനമാണ്. ഐ വിഷ് ടു ഡു സംതിങ് യൂസ്ഫുൾ. ദാറ്റ് ഈസ് വൈ ഐ ആം പ്ലാന്റിങ് ദിസ് മാംഗോ ട്രീ. എനിക്കിന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഡു സംതിങ് യൂസ്ഫുൾ, എന്തെങ്കിലും പ്രയോജനപ്രദമായത് ചെയ്യണമെന്ന്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ഐ ആം പ്ലാന്റിങ് ദിസ് മാംഗോ ട്രീ, ഞാൻ ഈ മാവിൻ്റെ തൈ ഇവിടെ നടുന്നത്. ഐ ഹേറ്റ് ടു ബി ഐഡിൽ. എനിക്ക് അലസനായിരിക്കാൻ, മടിയനായിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഐഡിൽ, അലസനായ, മടിയനായ. ഹെയ്റ്റ്, ഇഷ്ടമില്ല, വെറുക്കുന്നു. ലൈക്ക്, ഇഷ്ടപ്പെടുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹെയ്റ്റ്. എനിക്ക് മടിയനായിരിക്കാൻ താല്പര്യമില്ല. എത്ര കാലമെടുക്കും ഈ മരത്തിൽ പഴം കായ്ക്കാൻ? ആസ്ക് ദ കിങ്, രാജാവ് ചോദിച്ചു. ദ ഫാമർ ആൻസേർഡ്, ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10 years ടു ബെയർ ഫ്രൂട്ട്. ഈ മാവിൽ മാമ്പഴമുണ്ടാകാൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും. ദ ഫാമർ ദെൻ സെഡ്, സർ, പ്ലീസ് ലുക്ക് അറ്റ് ദോസ് ട്രീസ് ഓവർ ദെയർ. എന്നിട്ട് ആ കർഷകൻ ഇപ്രകാരം പറഞ്ഞു, സർ, അല്ലയോ രാജാവേ, പ്ലീസ് ലുക്ക് അറ്റ് ദോസ് ട്രീസ് ഓവർ ദെയർ. അതാ അവിടെ നിൽക്കുന്ന മരങ്ങളെ അങ്ങ് കണ്ടുവോ? ഐ ഡിഡ് നോട്ട് പ്ലാന്റ് ദം ദെയർ. ഞാനല്ല അവയെ ഒന്നും അവിടെ നട്ടത്. മൈ ഫോർഫാദേഴ്സ് പ്ലാന്റഡ് ദം. എൻ്റെ പൂർവികരാണ് അതവിടെ നട്ടത്, പ്ലാന്റ് ചെയ്തത്. ഫോർഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർവികർ. അച്ഛൻ, അപ്പുപ്പൻ, മുത്തച്ഛൻ,
അങ്ങനെയുള്ള പൂർവികരെയാണ് ഫോർ ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഐ ഈറ്റ് ദെയർ ഫ്രൂട്ട്. അവർ നട്ട മരത്തിൻ്റെ പഴമാണ് ഞാൻ കഴിക്കുന്നത്. ഇൻ ദ സെയിം വേ ഐ ആം പ്ലാന്റിങ് ദിസ് ട്രീ ഫോർ മൈ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഞാൻ ഈ മരം ഇവിടെ നടുന്നത് എൻ്റെ കുട്ടികൾക്കും, ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ, എൻ്റെ കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഈ മരം നടുമ്പോൾ എൻ്റെ മക്കളും അവരുടെ മക്കളും ഈ മരത്തിൽ നിന്ന് പഴം കഴിക്കും. ഐ വോണ്ട് ബി സെൽഫിഷ്. ഞാൻ സ്വാർത്ഥനാകാൻ പാടില്ല. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥൻ, സ്വന്തം കാര്യം നോക്കുന്ന ആൾ. അങ്ങനെ ആരും ആകാൻ പാടില്ലെന്നാണ് കർഷകൻ പറയുന്നത്. ഐ ഷാൽ വർക്ക് ഫോർ അതേഴ്സ് ടു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും അധ്വാനിക്കും. ദ കിങ് വാസ് വെരി ഹാപ്പി ടു ഹിയർ ദ ഓൾഡ് മാൻസ് വേർഡ്സ്. ആ വൃദ്ധനായ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവിന് സന്തോഷമായി. ഹീ സെഡ് ടു ഹിം. അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞു, ദ കൺട്രി നീഡ്സ് മോർ മെൻ ലൈക്ക് യു. നമ്മുടെ രാജ്യത്തിന് താങ്കളെപ്പോലെ അനേകം ആളുകളെ ആവശ്യമുണ്ട്. കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്. മോർ പീപ്പിൾ, മോർ മെൻ, കൂടുതൽ ആളുകൾ. ടേക്ക് ദിസ് മണി. ഈ പണം സ്വീകരിച്ചാലും. ഇറ്റ് ഈസ് യുവേഴ്സ്. ഇത് താങ്കൾക്കുള്ളതാണ്. യു ഹാവ് ഏൺഡ് ഇറ്റ് ബൈ യുവർ സെൽഫിഷ് വർക്ക്. നിസ്വാർത്ഥമായ താങ്കളുടെ പ്രയത്നം മൂലം താങ്കൾ സമ്പാദിച്ചതാണ് ഈ പണം. സെൽഫ്ലെസ്, നിസ്വാർത്ഥമായ. സെൽഫിഷിൻ്റെ ഓപ്പോസിറ്റാണ് സെൽഫ്ലെസ്. സെൽഫിഷ് സ്വാർത്ഥമായ, സ്വാർത്ഥതയുള്ള. സെൽഫ്ലെസ് സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥമായ. ഹീ ഗേവ് ദ ഓൾഡ് മാൻ എ സ്മോൾ ബാഗ് ഓഫ് മണി. അദ്ദേഹം ആ വൃദ്ധനായ മനുഷ്യന് ഒരു കിഴിപ്പണം നൽകി. ഇവിടെ ബാഗ് ഓഫ് മണി എന്ന് പറഞ്ഞത് ഒരു കിഴിപ്പണം. There were 150 silver coins in it. അതിൽ 150 വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. The farmer thanked the king and said, Sir, on the very first day my tree has given me 150 silver mangoes. ആ കർഷകൻ രാജാവിനോട് നന്ദി പറഞ്ഞു. താങ്ക്ഡ് ആൻഡ് സെഡ്. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സർ, അല്ലയോ രാജാവേ, on the very first day my tree has given me 150 silver mangoes. എനിക്ക് എൻ്റെ ഈ മരം 150 വെള്ളി മാങ്ങകൾ സമ്മാനിച്ചിരിക്കുന്നു. രാജാവ് നൽകിയ 150 വെള്ളി നാണയങ്ങളെയാണ് ഇവിടെ 150 വെള്ളി മാങ്ങകളെന്ന് ആ കർഷകൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഗോഡ് ഈസ് കൈൻഡ്, ദൈവം ദയാലുവാണെങ്കിൽ, കൈൻഡ് ദയാലു, ദൈവം ദയാലുവാണെങ്കിൽ, ഐ വിൽ ലിവ് ടു ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദിസ് ട്രീ ടു. ഈ മരത്തിൽ നിന്നുള്ള പഴം കഴിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടാകും. അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കും. ദ കിങ് വെൻ ബാക്ക് ഹോം. രാജാവ് തിരികെ ഭവനത്തിലേക്ക് പോയി, കൊട്ടാരത്തിലേക്ക് പോയി. ഹി സെൻഡ് ഫോർ ഹിസ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദി ഓൾഡ് ഫാമർ. അദ്ദേഹം തൻ്റെ ചീഫ് മിനിസ്റ്ററിനെ സെൻഡ് ഫോർ, ആളയച്ചു വരുത്തി. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ ഓൾഡ് ഫാർമർ. ആ വൃദ്ധനായ കർഷകനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഹി സെഡ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വി ക്യാൻ ലേൺ എ ലെസൺ ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് നമുക്കെല്ലാം ഒരു പാഠം പഠിക്കുവാനായിട്ടുണ്ട്. അവർ കൺട്രി നീഡ്സ് മെനി മോർ സെൽഫ്ലെസ് വർക്കേഴ്സ് ലൈക്ക് ഹിം. നമ്മുടെ രാജ്യത്തിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന അനേകം ആളുകളെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. ഈ കഥയുടെ ഗുണപാഠമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സേവനം വളരെ മഹത്തരമാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾ ആവശ്യമുണ്ട് എങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഇതുപോലെ നല്ല കഥകളുമായി ഇനിയും വീഡിയോയിൽ വരും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് കേൾക്കുവാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അടുത്ത ഒരു കഥയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു. ഗുഡ് ബൈ.